ചൈനയിൽ വെച്ച് പുടിൻ എന്ന് പറയുന്ന റഷ്യൻ നേതാവിൻ്റെ ബുള്ളറ്റ് അല്ലെങ്കിൽ മിസൈൽ പോലും താർക്കാൻ പറ്റാത്തതായിട്ടുള്ള കാറിനകത്ത് മോദിയെ സുരക്ഷിതമായി കുറേ നേരം ഇരുത്തി എന്ന് പറയുന്ന വാർത്ത, അത് ലോകം ഞെട്ടലോടുകൂടി തന്നെ കേട്ട ഒരു കാര്യമാണ്. അതിനുശേഷം പിന്നീട് പല ഇടങ്ങളിലും മോദിക്കെതിരായിട്ടുള്ള നീക്കങ്ങളുണ്ട് എന്ന് പറയപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കയിൽ നിന്ന് ഈ പട്ടാളക്കാരെ മഹാരാഷ്ട്രയിൽ പിടികൂടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ ഒരു അമേരിക്കൻ കമാൻഡോ മരിച്ചു കിടക്കുന്ന ഒരു ഹോട്ടലിൽ പെട്ടെന്ന് തന്നെ ബോഡി അവർ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു കാര്യവും ആർക്കും പരിശോധിക്കാനോ വിലയിരുത്താനോ കഴിയാത്ത തരത്തിലുള്ള ഒരു ദുരൂഹത അതിൻ്റെ പിന്നിൽ അവശേഷിപ്പിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെയൊക്കെ ഒരു അജ്ഞാത സാന്നിധ്യം എന്ന് പറയുന്നത് ശക്തമാണ്. ഈ അജ്ഞാത സാന്നിധ്യം തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിലെ ഏറ്റവും പ്രമുഖർ സഞ്ചരിക്കുന്ന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ലോക രാഷ്ട്ര നേതാക്കൾ ഒക്കെ സഞ്ചരിക്കുന്നതായിട്ടുള്ള അമേരിക്കൻ സൈന്യ താവളം. ആ സൈന്യ താവളത്തിൽ അജ്ഞാതമായിട്ടുള്ള ഒരു പൊടി പറന്നു നടക്കും. പാക്കറ്റുകൾ കണ്ടെത്തുന്നു, പാക്കറ്റ് പരിശോധിക്കുന്ന സമയത്ത് പരിശോധിക്കാനിരുന്ന സൈന്യ ഉദ്യോഗസ്ഥർക്ക് അസ്വസ്ഥതയുണ്ടാകുന്നു, ചിലർ കുഴഞ്ഞു വീഴുന്നു. അപ്പോൾ പലരും കരുതി ഇത് ഏതോ കൂടോത്രം ചെയ്തിരിക്കുന്നതായിട്ടുള്ള പൊടിയാണ്. നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ എന്താണ് കേരളത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ചാത്തനോ മർദ്ദയോ കുട്ടിച്ചാത്തനോ ഒക്കെ കയറിയിരിക്കുന്ന എന്തോ ഒരു ദുർമന്ത്രവാദ പൊടിയാണ് എന്ന ഒരു വാർത്ത അവിടെ നിന്ന് ഇങ്ങനെ വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.